ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതെന്ന് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ച് കേണൽ ഡിന്നി. SCO സമ്മിറ്റിൽ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഈ ഒരു വിസിറ്റ് എനിക്ക് തോന്നുന്നു വളരെ പ്രസക്തമായ സമയത്താണ് നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രഷർ ടാക്ടിക്സ് ഭാരതത്തിന് ഇന്ന് അത് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള മെസ്സേജാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ധാരാളം ഇഷ്യൂസ് ഉണ്ട്. കാലാകാലങ്ങളിൽ പല നേതാക്കന്മാരും ഇന്ത്യയും ചൈനയുമായിട്ടുള്ള റിലേഷൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില തിരിച്ചടികൾ നമുക്ക് നേരിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയും ചൈനയും രണ്ട് അയൽ രാജ്യങ്ങളും, രണ്ട് ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഉള്ള രാജ്യം, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം, സാമ്പത്തികമായിട്ട് വളർച്ചയുള്ള രാജ്യം, അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾക്കും ഗുണമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ശ്രീ പ്രൈം മിനിസ്റ്റർ മോദിക്കും ഷീ ജിൻ പിങ്ങിനും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഈ ഒരു വിസിറ്റിൽ നമ്മൾ ശത്രുക്കളല്ല, നമ്മൾ കോഓപ്പറേറ്റ് ചെയ്യാനുള്ള പാർട്ട്നേഴ്സ്, പങ്കാളികളാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പൊ തീർച്ചയായിട്ടും രാജ്യങ്ങൾ തമ്മിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വിശ്വാസമോ അല്ലെങ്കിൽ അവിശ്വാസമോ ഒരിക്കലും സാധിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതവും ചൈനയുമായിട്ടുള്ള നിലവിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെ നമ്മൾ രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് പുരോഗതിയും മറ്റു കാര്യങ്ങളും നേടാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഭാരതം അവിടെ പാകിസ്ഥാന്റെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ ഭീകരവാദത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ ശക്തമായിട്ടൊരു നിലപാടും കൂടി അറിയിച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും അത് മനസ്സിലാക്കണം, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസും മനസ്സിലാക്കണം എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഭാരതം നൽകുന്നത്. ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ച് ഒരു വേദിയിൽ വരികയും അവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പ്രസിഡന്റ് അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും അത് ആശങ്ക കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായിട്ടുള്ള നടപടികളുമായിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ ഇതുപോലുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് അത് അമേരിക്കയെ ബാധിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നുള്ളത് ഇന്ന്. പക്ഷെ തീർച്ചയായിട്ടും ഭാരതത്തിനെ സംബന്ധിച്ചോളം ഭാരതത്തിന്റെ സ്ട്രാറ്റജിക് ഓട്ടോണമി, അതായത് ഭാരതം ഒരു കാലത്തും ഒരു പക്ഷത്തുമില്ല, എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകാൻ സാധിക്കും എന്നുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ്. ഒരു കാര്യം കൂടെ എനിക്ക് തീർച്ചയായിട്ടും പറയാനുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല ഇത്. ഇന്ത്യയും അമേരിക്കയും വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആണ്. ഇത് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ഒരു വ്യക്തിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സ്ഥിതി വന്നത്. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഷാങ്ഹായ് മീറ്റിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.